എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റാണ്, വലിയ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഇയാളെ പോലൊരു തല്ലിപ്പൊളി ഒരു ലോക നേതാവിനെ ഇന്നേവരെ കണ്ടിട്ടില്ല. യാതൊരു ലജ്ജയില്ലാതെ എന്ത് പച്ചക്കള്ളം വേണമെങ്കിലും പറയും. നമ്മുടെ നാട്ടിൽ ഏറ്റവും മോശപ്പെട്ട ഒരാൾ പോലും ഇങ്ങനത്തെ ഒരു കള്ളക്കഥകൾ പറയത്തില്ലായിരിക്കും. അത് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും അല്ലേ. ഇയാൾ മറ്റ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കള്ളക്കഥകളാണ് പറയുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ നമുക്കറിയാം, പുള്ളി പറയുന്നത് ഞാൻ ഇന്ത്യയും പാകിസ്ഥാനും ഇടയിൽ ഒരു മധ്യസ്ഥത വഹിച്ചൊരു മീഡിയേറ്ററായിട്ട് നിന്ന് യുദ്ധം അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. എങ്ങനെ ഇരിക്കുന്നു? നമ്മളുടെ ഇന്ത്യ പറഞ്ഞു ആരും ഇടപെട്ടിട്ടില്ല, നമ്മൾ തന്നെയാണ് ഇടപെട്ടത്, നമ്മൾ തന്നെയാണ് പാകിസ്ഥാനുമായിട്ട് സംസാരിച്ച് ഈ ഒരു യുദ്ധം നിർത്താമെന്നൊരു ധാരണയിലെത്തി എന്നൊക്കെ ഇന്ത്യ തന്നെ പറയുകയാണ്. ഇതിപ്പോൾ പറയാനുള്ള കാരണം ഇറാനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഇറാനെ സംബന്ധിക്കുന്ന മറ്റൊരു വലിയ കള്ളം യാതൊരു ലജ്ജയില്ലാതെ പറഞ്ഞിരിക്കുകയാണ്. ട്രംപ് പറഞ്ഞത് അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് യുദ്ധം നിർത്തി കിട്ടിയാൽ മതി എന്നും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് യാചിക്കുകയാണ്. ദേ നീഡ് എ ഡീൽ ബാഡ്ലി. അവർ എന്തിനും തയ്യാറാണ്. അതുകൊണ്ട് ഞാനൊരു 15 പോയിന്റ് പ്ലാൻ മുമ്പോട്ട് വയ്ക്കുകയാണ്. അതായത് 15 നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുകയാണ്. അതിൻ്റെ അകത്തൊരു 11 നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അങ്ങനെയെങ്കിൽ ബാക്കി ഞാൻ നിങ്ങൾക്ക് തരും. അതായത് ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ചാൽ ഈ യുദ്ധം നിർത്തുമെന്ന് മാത്രമല്ല, ഒരുപാട് ബാക്കി നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 15 ആക്ഷൻ പ്ലാൻ അല്ലെങ്കിൽ ഒരു 15 പോയിന്റ് പ്ലാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇറാൻ എടുത്തപടി തിരിച്ചടിക്കുകയാണ്. തൻ്റെ ഒരു കോപ്പ് ഞങ്ങൾക്ക് വേണ്ട. ഇതെന്ന് പറഞ്ഞാൽ ഇതെന്തോന്നത്, തൻ്റെ സൗകര്യത്തിന് ഇങ്ങനെ എഴുതിയിട്ടേക്കുവാണ് പോയിന്റ്. ഇയാളുടെ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് അനുകൂലമായിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കുന്നതോ ആ രാജ്യത്തെ ഒരു തരത്തിലും അതിൻ്റെ പരമാധികാരം അംഗീകരിക്കുന്ന തരത്തിലല്ല ഈ എഗ്രിമെൻ്റ് ഉള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത് എന്താണ്, ഈ ട്രംപിൻ്റെ 15 നിബന്ധനകൾ എന്താണ്, അല്ലെങ്കിൽ ആ 15 പോയിന്റ് പ്ലാൻ എന്താണ്. ഈ 15 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകും. അതോടൊപ്പം ഇറാനും അമേരിക്കയ്ക്കും ഇടയിൽ ഈ ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കുന്ന ഒരു മീഡിയേറ്റർ ആരാന്നറിയാവോ? പാകിസ്ഥാൻ എന്താണ് ഇവിടെ കാര്യമെന്നല്ലേ. പാകിസ്ഥാനാണ് ഇതിനിടെ കിടന്ന് നല്ലതുപോലെ കളിക്കുന്നത്. പാകിസ്ഥാൻ ട്രംപുമായിട്ട് നല്ല ബന്ധമുണ്ട്. ട്രംപിൻ്റെ ഒരു അടിമയെ പോലെ പാകിസ്ഥാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവിടുത്തെ എക്കോണമിയും കാര്യങ്ങളൊക്കെ തകർന്നു ഫുള്ള്. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതുപോലെയൊക്കെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഒട്ടി നിന്നാലേ പാകിസ്ഥാൻ രക്ഷയുള്ളൂ. നമ്മുടെ ചോദ്യം എന്തെന്നാൽ ഈ വലിയ മഹായുദ്ധത്തിൽ പാകിസ്ഥാൻ എന്ത് കാര്യം, പൂച്ചയ്ക്ക് എന്ത് പൊന്നൊരുക്കുന്നിടത്ത് കാര്യം എന്ന് ചോദിക്കുന്ന പോലത്തെ സംഭവങ്ങളാണല്ലേ. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. 15 പോയിന്റ് പ്ലാൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ട്രംപ് മൊത്തത്തിൽ പെട്ടിരിക്കുകയാണ്. ലോകരാജ്യങ്ങളെല്ലാം പുള്ളിക്കെതിരായിക്കൊണ്ടിരിക്കുകയാണ്. GCCയിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോഴും ഇറാൻ മിസൈൽ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊന്നും യാതൊരുവിധ ശമനമോ കാര്യങ്ങളോ ഒന്നുമില്ല. അമേരിക്ക ആണെങ്കിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ഒരു 5 ദിവസത്തെ വെടിനിർത്തൽ കരാർ ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇറാനിലെ ഊർജ്ജവുമായി ബന്ധപ്പെട്ട വൈദ്യുതി മറ്റ് ഊർജ്ജങ്ങളുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും നമ്മൾ ആക്രമിക്കത്തില്ല എന്ന്. ആ ഒരു 5 എന്നുള്ളത് ഒരു 10 ദിവസം കൂടെ കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ഏപ്രിൽ 6 വരെ നിലവിൽ ആ ഒരു സീസ് ഫയർ വെടിനിർത്തൽ പ്രാബല്യത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ 15 പ്ലാനാണ് പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഒക്കെ നിങ്ങളുടെ ഫീഡിലേക്ക് ഡയറക്റ്റ് എത്തണമെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. ലൈക്ക് ചെയ്താൽ മാത്രമേ ഇതുപോലുള്ള വാർത്തകൾ മറ്റ് ചാനൽസിലാണെങ്കിലും ഒക്കെ തന്നെ നിങ്ങളുടെ ഫീഡിലേക്ക് എത്തത്തുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കുക. അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങളുടെ ഭാവി സാമ്പത്തികമായിട്ട് സുരക്ഷിതമാക്കണമെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. ഇന്നത്തെ കാലത്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയാലും താഴേക്ക് പോയാലും ആർക്ക് പണം സമ്പാദിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ട്രേഡിങ്ങിലൂടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 2 സാഹചര്യങ്ങളിലും നല്ല വരുമാനം ഉണ്ടാക്കാം. പക്ഷേ ഇതെങ്ങനെ തുടങ്ങണമെന്നതാണോ നിങ്ങളുടെ ചോദ്യം? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ മാർക്കറ്റ് വുൾഫ് എന്നൊരു ലളിതവും പവർഫുള്ളുമായിട്ടുള്ള ട്രേഡിംഗ് ആപ്പ് പരിചയപ്പെടുത്തുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് മനസ്സിലാക്കാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും മാർക്കറ്റ് വുൾഫിലെ വിദഗ്ധർ നിങ്ങളെ സഹായിക്കും. ഇതൊരു സെബി രജിസ്റ്റേർഡ് ആപ്പാണ്. വെറും 99 രൂപയുടെ ലൈഫ് ടൈം ഫീയിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് തുടങ്ങാമെന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ വാർഷിക മെയിൻ്റനൻസ് ചാർജുകളോ മറ്റ് ഹിഡൻ ചാർജുകളോ ഇല്ല. ഇനി ഈ ആപ്പ് ഇൻവെസ്റ്റ്മെൻറ്റിന് എത്രത്തോളം മികച്ചതാണെന്ന് ഞാൻ കാണിച്ചു തരാം. നോക്കൂ, ഞാനിവിടെ ലോഗിൻ ചെയ്തു, ഫോളോ ട്രെൻഡിൽ ക്ലിക്ക് ചെയ്തു, ട്രേഡ് പ്ലേസ് ചെയ്തു. അത്രയേ ഉള്ളൂ, എൻ്റെ ട്രേഡ് തുടങ്ങി. ആളുകൾ ലാഭം കൊയ്ത റിയൽ ടൈം ട്രേഡുകൾ ഫോളോ ട്രെൻഡ് ഫീച്ചറിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒറ്റ ടാപ്പിലൂടെ നിങ്ങൾക്ക് ആ ലാഭകരമായിട്ടുള്ള ട്രേഡുകൾ ഫോളോ ചെയ്യാം. വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് ഇവിടെ ട്രേഡിംഗ് തുടങ്ങാം. വലിയ നഷ്ടം ഉണ്ടാകുമോ എന്ന് പേടിക്കുന്നവർക്കായിട്ട് ഇതിലൊരു ഇൻബിൽറ്റ് സ്റ്റോപ്പ് ലോസ് ഫീച്ചർ ഉണ്ട്. നിങ്ങളുടെ നഷ്ടം ഒരു നിശ്ചിത ലെവലെത്തിയാൽ ഇത് ഓട്ടോമാറ്റിക്കായി ട്രേഡിംഗ് നിർത്തും. അതിനാൽ കൂടുതൽ പണം നഷ്ടമാകില്ല. നോക്കൂ, ട്രെൻഡിനൊപ്പം പ്രോഫിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ സ്റ്റോപ്പ് ട്രേഡ് ക്ലിക്ക് ചെയ്തു. ഇതാ വെറും ചുരുങ്ങിയ സമയം കൊണ്ട് 1971 രൂപ ലാഭം ബുക്ക് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് ഗോൾഡ്, സിൽവർ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ് തുടങ്ങിയ കമ്മോഡിറ്റീസും രാവിലെ 9 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെ എളുപ്പത്തിൽ ട്രേഡ് ചെയ്യാം. ട്രേഡിംഗിൽ നിങ്ങളെ സഹായിക്കാൻ മാർക്കറ്റ് വുൾഫിന് സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിന്റെ ഒരു ടീം തന്നെയുണ്ട്. അവർ നിങ്ങൾക്ക് എന്നും സൗജന്യ ട്രേഡ് ഐഡിയാസ് നൽകും. ഇവരുടെ യൂസേഴ്സ് ഒരു ദിവസം 15,239 രൂപയും ഒരു മാസത്തിൽ 70,468 രൂപയും കഴിഞ്ഞ വർഷം മൊത്തമായിട്ട് 5,03,940 രൂപയും ലാഭം ബുക്ക് ചെയ്തു. ഈ ലാഭത്തിന് മാർക്കറ്റ് വുൾഫ് ഒരു കമ്മീഷനും ഈടാക്കുന്നില്ല. ഇതിനോടകം 2 മില്യണിലധികം ഡൗൺലോഡ്സ് ഉള്ള മാർക്കറ്റ് വുൾഫ് വഴി ഇന്ത്യയിലുടനീളമുള്ള ഒട്ടനവധി ആളുകളിൽ തങ്ങളുടെ സാമ്പത്തിക ഭാവി സുരക്ഷിതമാക്കുന്നുണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് വുൾഫ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് ട്രംപിന്റെ 15 പോയിന്റ് പ്ലാൻ എന്താണെന്ന് ഓരോന്നായിട്ട് 15 പോയിന്റുകളും പറയും. ഇതിൽ 11 എന്നുള്ളത് ഇറാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ ഒരു 11 കാര്യങ്ങൾ
ഇറാൻ എഗ്രി ചെയ്താൽ ബാക്കി 4 കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ യുദ്ധം തുടങ്ങിയത് തന്നെ എന്തിനാണ്? ഈ ഒരു ആണവായുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലേ. ഇറാൻ ആണവ ശക്തിയായി മാറുന്നു എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ പ്രശ്നം. അത് ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങൾക്ക് ആ ഒരു സംഭവം പ്രശ്നമാണ്. കാരണം ഇറാൻ എന്ന് പറയുന്നത് വളരെ അഗ്രസീവായിട്ട് ആക്രമിക്കുന്നതുകൊണ്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് ഇത് പ്രയോഗിച്ചേക്കാം. ഒരു രാജ്യം ആണവശക്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു രീതിയിലും അവരെ തൊടാൻ സാധിക്കത്തില്ല. അവരും തിരിച്ചടിക്കും. ഇപ്പോൾ ഇറാനിലേക്കൊക്കെ ഒരു മിസൈൽ അയച്ചാൽ പോലും നേരെടുത്ത് അവിടെ കൊണ്ട് ഇട്ടേക്കും മറ്റ് രാജ്യങ്ങളിൽ കൊണ്ട്. കാരണം അവർ GCC ആക്രമിക്കുന്നത് അമ്മാതിരി ലെവലിലാണല്ലോ. ഇതുവരെ ആക്രമണം നിർത്തിയിട്ടില്ല ഗൾഫ് രാജ്യങ്ങളിൽ. അപ്പോഴെന്തായാലും ട്രംപിൻ്റെ ഈ ഒരു കരാറിലെ ആദ്യത്തെ പോയിന്റ് എന്നാൽ, ഈ ഒരു പ്ലാനിലെ ആദ്യത്തെ പോയിന്റ് എന്നാൽ, നിങ്ങളുടെ നതാൻസ്, ഇസ്ഫഹാൻ, ഫോർഡോ എന്നീ സ്ഥലങ്ങളിലുള്ള നിങ്ങളുടെ ആണവ പരീക്ഷണങ്ങളും പരിപാടികളും ഉണ്ടല്ലോ, ഇതെല്ലാം ഡിസ്മാൻഡിൽ ചെയ്യണം. അതായത് പൂർണ്ണമായിട്ടും അത് നശിപ്പിച്ച് കളയണം. ഇപ്പോൾ നതാൻസ് ഭയങ്കരമായിട്ട് ആക്രമിച്ചു എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നതാൻസ് ആക്രമിച്ചെങ്കിലും അത് മലയുടെ ഒരുപാട് അടിയിലാണ് ഈ ഒരു ഇറാൻ ആണവ പരീക്ഷണങ്ങളും അത് വികസിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. ഈവൻ അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചിട്ട് പോലും ആ മലയുടെ മുകൾ ഭാഗം മാത്രമേ തകർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. താഴത്തോട്ട് ബോംബ് ഇറങ്ങി അത് പൊട്ടിച്ചിട്ടൊന്നുമില്ലായിരുന്നു. ഇതിനു മുമ്പ് ഒരു 8-9 മാസം മുമ്പ് ആക്രമിച്ചിട്ടുണ്ടായിരുന്നു B2 സ്പിരിറ്റ് ബോംബറൊക്കെ വെച്ചിട്ടല്ലേ. അപ്പോഴും നതാൻസ് മലനിരകൾ ഈ ഒരു ആക്രമണം താങ്ങുകയാണ്. എന്തായാലും നതാൻസ്, ഇസ്ഫഹാൻ, ഫോർഡോ ഇവിടെയാണ് പ്രധാനമായിട്ടും ഈ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളും ഗവേഷണങ്ങളൊക്കെ നടക്കുന്നത്. ഇത് കംപ്ലീറ്റ് ഡിസ്മാൻഡിൽ ചെയ്യണം, കംപ്ലീറ്റ് തകർത്ത് നശിപ്പിച്ച് കളയണം എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് എന്നുള്ളത്. ഈ യുദ്ധം അതിനാണല്ലോ. അത് ഇറാൻ ആണവശക്തിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇറാനെ തൊടാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു യുദ്ധങ്ങളും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ കാര്യം എന്തെന്നാൽ, ഇത് ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല. ഇപ്പം നശിപ്പിച്ച് കളഞ്ഞാൽ പോരാ, ഇനി ഭാവിയിൽ ഒരിക്കലും നിങ്ങളൊരു ആണവായുധം നിർമ്മിക്കില്ല എന്ന് ഞങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് തന്നെ. അതൊരു എഗ്രിമെൻ്റ് ആയിരിക്കും, ലീഗലി ബൗണ്ടഡ് ആയിരിക്കും. നിങ്ങൾ നിയമപരമായിട്ട് ഇത് സമ്മതിക്കണം. നിങ്ങൾ ഇനി ആണവായുധം ഉണ്ടാക്കരുത്. അതായത് ഒന്നാം നശിപ്പിച്ച് കളയണം, രണ്ടാമത്തത് നിങ്ങൾ ഇനി അങ്ങോട്ട് ഉണ്ടാക്കാൻ പാടില്ല എന്ന് എഴുതി ഒപ്പിട്ട് തന്നെ. ഇനി മൂന്നാമത്തെ എന്താണെന്ന് നോക്കുവാണെങ്കിൽ ഹാൻഡ് ഓവർ എൻറിച്ച്ഡ് യുറേനിയം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആണവായുധം നിർമ്മിക്കാൻ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആത്മാവെന്ന് പറയുന്നത് തന്നെ യുറേനിയം എന്ന് പറയുന്ന ഒരു എലമെൻ്റാണ്. അപ്പോൾ യുറേനിയം എൻറിച്ച് ചെയ്യേണ്ട കാര്യമുണ്ട്, സമ്പുഷ്ടീകരിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ ഇറാൻ്റെ കയ്യിൽ 60% മുതൽ 60 മുതൽ 80 വരെയൊക്കെ സമ്പുഷ്ടീകരിച്ച് യുറേനിയമാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് 90-ന് മുകളിൽ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണവായുധം ഉണ്ടാക്കാനാണ്. ഇപ്പോൾ വൈദ്യുതി നിലയങ്ങളുണ്ടല്ലോ, ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ, അതിനൊന്നും 90% മുകളിൽ എൻറിച്ച് ചെയ്തിട്ടുള്ള യുറേനിയം ഒന്നും വേണ്ട. 90% മുകളിൽ എൻറിച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആണവായുധം ഉണ്ടാക്കാൻ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഒരുപാട് എൻറിച്ച് ചെയ്തിട്ടുള്ള ഈ യുറേനിയം ഉണ്ടല്ലോ, അത് ഞങ്ങൾക്ക് തരണം. ആക്ച്വലി ഞങ്ങൾക്ക് തരണമെന്നല്ല പറഞ്ഞിട്ടുള്ളത്, മറിച്ച് IAEA എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഉണ്ടല്ലേ, അവർക്ക് നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു സമ്പുഷ്ടീകരിച്ച യുറേനിയം മൊത്തം കൈമാറണം എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ്. ഇനി നാലാമത്തെ കാര്യം എന്തെന്നാൽ, ഭാവിയിലെ യുറേനിയം എൻറിച്ച് ചെയ്യുന്നത് നിങ്ങൾ നിർത്തണം. അതായത് 1-2 പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നശിപ്പിച്ച് കളയണം, ബാക്കിയുള്ളത് ഇനി ഉണ്ടാക്കാൻ പാടില്ല. ഇത് യുറേനിയം ആണെങ്കിൽ IAEAക്ക് കൈമാറണം, ഇനി യുറേനിയം എൻറിച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അഞ്ചാമത്തെ പോയിന്റായിട്ട് പറയുന്നത്, IAEAയുടെ പൂർണ്ണമായിട്ടുള്ള ഒരു മേൽനോട്ടത്തിന് നിങ്ങളവിടെ സമ്മതിച്ചു കൊടുക്കണം. ഇപ്പോഴുള്ള പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ IAEA എന്ന് പറയുന്ന യുണൈറ്റഡ് നേഷൻസിൻ്റെ കീഴിലുള്ള ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ബോഡിയാണ്. ഇവരെ പോലും ഇറാൻ അങ്ങോട്ട് കടത്തിവിട്ട് പരിശോധനയ്ക്ക് സമ്മതിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ട്രംപ് പറയുന്ന കാര്യം എന്തെന്നാൽ, IAEAക്ക് ഫുള്ളായിട്ട് മോണിറ്റർ ചെയ്യാനുള്ള ആ ഒരു പെർമിഷൻ നിങ്ങൾ കൊടുത്തേ മതിയാകത്തുള്ളൂ. അത് കൊടുക്കണം, എങ്കിൽ മാത്രമല്ലേ അവിടെ ഇനി ഉണ്ടാക്കുന്നുണ്ടോ, ഇവരിനി ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കള്ളത്തരത്തിൽ ഉണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ IAEAക്ക് ഫുൾ മോണിറ്റർ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കാനാണ് അഞ്ചാമത്തെ പോയിന്റിൽ പറയുന്നത്. ഈ ആദ്യത്തെ 5 പ്രധാനപ്പെട്ട പോയിന്റുകളും ആണവായുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ ആവശ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾ ആണവായുധം ഉണ്ടാക്കരുത്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റ് രാജ്യങ്ങൾ ഉണ്ടാക്കുന്ന പോലെയല്ല, ഇറാൻ ആണവായുധം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനൊരു ഡേഞ്ചറസ് സൈഡ് കൂടിയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ അജിത് ഡോവലിൻ്റെ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തിനാണ് അജിത് ഡോവൽ പാകിസ്ഥാനിലേക്ക് ചാരനായി പോയിട്ടുണ്ടായിരുന്നത്? പാകിസ്ഥാൻ ആണവായുധം വികസിപ്പിക്കുന്നുണ്ടോ എന്നറിയാനായിരുന്നല്ലേ. അവിടുന്ന് ഒരു ഗവേഷകൻ്റെ സയൻറ്റിസ്റ്റിൻ്റെ മുടി വെച്ചിട്ട് നമ്മുടെ ഇന്ത്യ തെളിയിക്കുകയാണ്. അങ്ങനെ ഒരു 15 വർഷം നമ്മൾ ഇവരുടെ പ്രോഗ്രസ് തള്ളുകയാണ്, പതുക്കെയാക്കാണ്, സ്ലോ ചെയ്യുകയാണ്. അല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് അതെടുത്ത് ഉപയോഗിച്ചേനെ. ഇനി ഉപയോഗിക്കേണ്ട. ഇത് ആണവായുധം പ്രധാനമായിട്ടും ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കാനല്ല ഉപയോഗിക്കുന്നത്, മറിച്ച് ഒരു സുരക്ഷാ കവചമാണ്. അപ്പോഴെന്താ സംഭവിക്കുക? പാകിസ്ഥാൻ ഇങ്ങോട്ട് നല്ലതുപോലെ ആക്രമിക്കും, അത് കരസേന ആയിരിക്കും ആക്രമിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് അധികം ആക്രമിക്കാൻ പറ്റില്ല, നമുക്ക് പേടിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യം വരും ഇവരുടെ കയ്യിൽ ഈ ഒരു ആറ്റം ബോംബ് വന്നാൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ഇന്ത്യൻ ഗവൺമെൻറ് അജിത് ഡോവലിനെ അങ്ങോട്ട് വിട്ട് ഒരു സ്പൈ ആയിട്ട് വിട്ടിട്ട് അതിലൂടെ ഡാറ്റയൊക്കെ കളക്ട് ചെയ്ത് അത് നമ്മൾ 15 വർഷത്തേക്ക് തള്ളിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ ആണവശക്തിയായി, നമുക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പോഴും നമ്മൾ ആണവശക്തി അല്ലായിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കി, ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് നമുക്ക് ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല.
പറ്റില്ല, നമുക്ക് ധൈര്യമില്ലാതെ വരും. ഇതാണ് ഒരു ആണവശക്തിയായി കഴിഞ്ഞാലുള്ള പ്രശ്നം. ആണവശക്തിയായിട്ടുള്ള രണ്ട് രാജ്യങ്ങൾ അങ്ങോട്ട് ഒരു ഫുൾ വേവ് യുദ്ധത്തിലേക്കൊന്നും ഒരിക്കലും പോകത്തില്ല. കാരണം ഈ സാധനം രണ്ടുപേരുടെയും കയ്യിലിരിപ്പുണ്ട്. ഇട്ട് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ രണ്ടിടത്തും മരിക്കും. മ്യൂച്വൽ ഡാമേജ് ആയിരിക്കും, രണ്ടുപേർക്കും ഡാമേജ് വരുമല്ലേ. അതുകൊണ്ടൊരു പരിധി വരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏറ്റുമുട്ടാറുള്ളൂ. ഇപ്പോൾ അമേരിക്ക നോർത്ത് കൊറിയയെ തൊടുക, ഇല്ല നോർത്ത് കൊറിയയുടെ കയ്യിൽ നല്ലതുപോലെ ആണവശേഖരമുണ്ടല്ലോ, ഈ ആണവായുധ ശേഖരമുണ്ട്, അതെടുത്ത് തിരിച്ചു പൊട്ടിക്കുമെന്നറിയാം. അവിടെയുള്ള കിം ജോങ് ഉന്നിനെ പറ്റി നിങ്ങൾക്കറിയാമല്ലോ അല്ലേ, പുള്ളി നോക്കിയിരിക്കുകയാണ് എന്തെങ്കിലും അവസരം കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് USA-യും റഷ്യയും തമ്മിൽ. രണ്ടും ഭയങ്കര പവർഫുൾ ഈ ന്യൂക്ലിയർ വെപ്പണുള്ള ടീമാണ്. അപ്പോൾ ന്യൂക്ലിയർ വെപ്പണ് ഒരുപാട് പ്രധാനമുണ്ട്. നമ്മുടെ ഒരു സോൾജിയർ, നമ്മുടെ ഒരു ഇന്ത്യൻ ആർമിക്കാരൻ്റെ കയ്യിൽ ഒരു AK-47 ഗണ്ണ് കിട്ടിയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്? ഒരിക്കലുമില്ല. നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അവരത് ഉപയോഗിക്കുന്നത്. മറിച്ച് ഒരു കുരങ്ങൻ്റെ കയ്യിൽ AK-47 ഗണ്ണ് കിട്ടിയാലോ അത് പ്രശ്നമാകുമല്ലേ. ചിലപ്പോൾ നമ്മളെയൊക്കെ വെടിവെക്കും, കൂട്ടത്തിലുള്ളവർ വെടിവെക്കും, ഇല്ല ആരെ വേണമെങ്കിലും വെടിവെക്കാം, വീട്ടുകാരെ വരെ വെടിവെക്കാം വളർത്തുവാണെങ്കിൽ. അപ്പോൾ അതുപോലെയാണ് ഇറാൻ്റെ കയ്യിൽ ഈ ആണവായുധം കിട്ടിയാൽ എന്നുള്ളതിൽ സംശയമില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരുടെ പോരാട്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമാണ്. അവർ സർപ്രൈസുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളൊക്കെ ഇറാൻ തീർന്നു എന്ന് വിചാരിക്കുന്നിടത്ത് നിന്ന് അവർ കൂടുതൽ 10 മടങ്ങ് ശക്തിയിലാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഭയങ്കര സംഭവം തന്നെയാണ്. പക്ഷേ ആണവായുധം വികസിപ്പിച്ചാൽ ലോകരാജ്യങ്ങൾക്ക് മൊത്തം ഭീഷണിയായിട്ട് മാറും. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾ, ഗൾഫിനെ ഭീഷണിപ്പെടുത്തും. ഗൾഫ് രാജ്യങ്ങൾ ആണവായുധ ശക്തിയല്ല അല്ലേ. ആണവശക്തിയായിട്ടുള്ള ഒരേ ഒരു മുസ്ലിം രാജ്യം എന്ന് പറയുന്നത് പാകിസ്ഥാൻ മാത്രമാണ്. അതുകൊണ്ടാണ് സൗദിയൊക്കെ ഒരു സ്ട്രാറ്റജിക് ഡിഫൻസ് മ്യൂച്വൽ എഗ്രിമെൻറ്റ് പാകിസ്ഥാനുമായിട്ട് ഒപ്പിട്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇനി ആറാമത്തെ കാര്യം എന്തെന്നാൽ ലിമിറ്റ് മിസൈൽ റേഞ്ച് ആൻഡ് നമ്പർ. നിങ്ങളുടെ കയ്യിലുള്ള മിസൈലിൻ്റെ ദൂരപരിധി കുറയ്ക്കുക, അത് ഉണ്ടാക്കുന്ന എണ്ണം കുറയ്ക്കുക, കുറച്ച് മിസൈലുകൾ മാത്രം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ പണ്ടൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഇറാൻ്റെ കയ്യിലുള്ളത് പരമാവധി 2000 കിലോമീറ്റർ പോകുന്ന മിസൈലുകളൊക്കെയാണ്. അത് 1500 വരെയൊക്കെ പോകത്തുള്ളൂ. 1500 പോകുമ്പോൾ പോലും അതിൻ്റെ ശക്തി കുറഞ്ഞ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കത്തില്ല എന്നുള്ളതായിരിക്കും അല്ലേ. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം എന്താണ് കണ്ടത്? തീർത്തും ഞെട്ടിച്ചൊരു സംഭവമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിയാഗോ ഗാർഷ്യയിലേക്ക് ഇറാൻ മിസൈൽ അയക്കുകയാണ്. അതായത് ഇന്ത്യൻ ഓഷനുള്ള ഈ ശ്രീലങ്കയുടെ തീരത്ത് വെച്ചിട്ട് ഒരു ഇറാൻ്റെ കപ്പൽ അമേരിക്ക തകർത്തിട്ടില്ലായിരുന്നു, അത് ഡിയാഗോ ഗാർഷ്യയിൽ നിന്നാണ്. ഇതൊരു US-UK മിലിറ്ററി ബേസാണ്. അങ്ങോട്ട് ഇറാൻ വിടുകയാണ്. ഞെട്ടിപ്പോയി. 2000 കിലോമീറ്റർ പരമാവധിയുള്ള ഫത്തേ മിസൈലുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാണ് നമ്മളിരുന്ന സ്ഥാനത്താണ് ഇവർ എവിടുന്നൊക്കെയോ എടുത്തിട്ട് ഈ പുതിയ സാധനം ഉപയോഗിക്കുന്നത്. ഇവരുടെ കയ്യിൽ നല്ല നല്ല സാധനങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അമ്മാതിരി മിസൈലുകളാണ് ഇസ്രായേലിലേക്കും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കും. അതുപോലെ അടിപൊളി ഡ്രോണുകളുണ്ട്. ഇതൊക്കെ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നത്. 7 നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മിസൈൽ ഡെവലപ്മെൻ്റ് ഉണ്ടല്ലോ, നിങ്ങൾ കൂടുതൽ പഠനങ്ങൾ നടത്തുന്നുണ്ട്, പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. പുതിയ കൂടുതൽ റേഞ്ചുള്ള 4000, 5000, 10000 റേഞ്ചുള്ള മിസൈലുകളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പരീക്ഷണങ്ങളെല്ലാം അവസാനിപ്പിക്കുക. ട്രംപ് ഉദ്ദേശിക്കുന്ന കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇവർ ഇപ്പോൾ തന്നെ ഈ ഒരു മിസൈൽ വെച്ചിട്ട് തന്നെ ഇവർ ഫുള്ള് GCC രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളൊക്കെ ഇങ്ങനെ ആക്രമിച്ച് നശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് കൂടുതൽ റേഞ്ചുള്ള മിസൈൽ കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? മറ്റു രാജ്യങ്ങളിലൂടെ അവിടെയുള്ള US ബേസുകളും അവിടെയുള്ള റിഫൈനറികളും അവിടെയുള്ള എണ്ണപ്പാടങ്ങളും എല്ലാം തകർത്ത് ഫുള്ള് ലോകത്തൊരു പ്രശ്നമുണ്ടാക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ട്രംപ് ഈ ഒരു സാധനം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നിങ്ങളിപ്പോൾ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ മിസൈൽ ഡെവലപ്മെൻറ്റുകളും നിർത്തുക. നിങ്ങൾ കൂടുതൽ റേഞ്ചുള്ള മിസൈലൊന്നും നിങ്ങൾ അങ്ങോട്ട് ഉണ്ടാക്കണ്ട. ട്രംപിൻ്റെ ഒരു ലോകത്തിൻ്റെ തന്തയാകാൻ ശ്രമിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെയും കാണുന്നത്. 8ാമത്തെ 9ാമത്തെ കാര്യം ഒരുമിച്ച് പറയാനുള്ളതേ ഉള്ളൂ. 8ാമത്തത് റീജിയണൽ സപ്പോർട്ട് കുറയ്ക്കുക. തദ്ദേശീയമായിട്ട് നിങ്ങൾ കൊടുത്തു വരുന്ന ചില സപ്പോർട്ട് ഉണ്ടല്ലോ, അത് കുറയ്ക്കുക. 9ാമത്തത് അവർക്കുള്ള ഫണ്ടിങ് സപ്പോർട്ട് കുറയ്ക്കുക. ആരെപ്പറ്റിയാണ് പറയുന്നത് നോക്കുകയാണെങ്കിൽ ഇറാൻ്റെ പ്രോക്സികളുണ്ടല്ലോ, അതായത് ഇറാൻ ഇത്രയും കാലം യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത് പ്രോക്സി ഗ്രൂപ്പുകളിലൂടെയാണ്. ഹമാസ്, ഹെസ്ബുള്ള, ഹൂതി, അങ്ങനെ കുറേ ടീമുകൾ ഇറാൻ്റെ ചുറ്റുമായിട്ടുണ്ട്. അപ്പോൾ ഇവരാണ് പലപ്പോഴും ഇറാന് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. ഇറാൻ അവർക്ക് കൊടുക്കുന്ന സപ്പോർട്ടും വലുതാണ്. ഇറാനിലെ ജനങ്ങൾ മാത്രമല്ല ഖമേനിയെ സുപ്രീം ലീഡറായിട്ട് കാണുന്നത്, മറിച്ച് ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിലുള്ള ആ ടീം വരെ കാണാറുണ്ട്. അതായത് ഇറാൻ ഇവരുടെ തലവനാണ്, ഇറാനാണ് ബാക്കി കമാൻഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇറാൻ്റെ ഒരു കൂലിപ്പട്ടാളം പോലെയാണ് ഈ ഒരു ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത്. ഗ്രൂപ്പുകൾ സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒന്നാണ്, പക്ഷേ ഇറാന് വേണ്ടി അവർ പോരാടും. ഇറാൻ അത്രത്തോളം സപ്പോർട്ടും ഫണ്ടിങ്ങും എല്ലാം കൊടുക്കുന്നുണ്ട്. ഇറാൻ ഇത്രയും കാലം യുദ്ധം ചെയ്തിട്ടുണ്ടായിരുന്ന ഈ പ്രോക്സികളിലൂടെയാണ്. ഇറാൻ ഒരിക്കലും തള്ളി പറയാൻ പറ്റില്ല, കാരണം ഇറാന് വേണ്ടി ചോര ചിന്തിയവരാണ് ഈ ഗ്രൂപ്പുകളെല്ലാം അല്ലേ. അപ്പോൾ 8, 9 പറയുന്നത് നിങ്ങൾ ഈ സപ്പോർട്ട് നിർത്തുക, അവർക്ക് കൊടുക്കുന്ന പൈസയും കാര്യങ്ങളൊക്കെ നിർത്തുക എന്നുള്ളതാണ് ഈ 8, 9 പറയുന്നത്. അതായത് പൂർണ്ണമായിട്ടും ഇവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുക എന്നുള്ളത്. 10ാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ യുദ്ധം ലോകരാജ്യങ്ങളെ മൊത്തത്തിൽ ബാധിച്ചിരിക്കുകയാണ്. പ്രധാനമായിട്ടും എങ്ങനെയാണ് ബാധിക്കപ്പെട്ടിട്ടുള്ളത്? പെട്രോൾ, ഡീസൽ, ഗ്യാസ്, LPG തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണല്ലേ. അതായത് ഹോർമൂസ്, ഇറാൻ്റെ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള പോയിന്റാണ് ഹോർമൂസ് കടലിടുക്കുന്നുള്ളതല്ലേ. ഹോർമൂസ് പൂർണ്ണമായിട്ടും തുറക്കുക. ഇപ്പോൾ ഹോർമൂസിലൂടെയുള്ള പ്രശ്നങ്ങൾ കാരണമാണ്
നമുക്ക് LPG ഷോർട്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ലോകത്ത് മിനിമം 100 രാജ്യങ്ങളിലെങ്കിലും പെട്രോൾ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ അൽ ജസീറയൊക്കെ അതിൻ്റെ റിപ്പോർട്ടൊക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഈ വീരവാദം മുഴക്കുന്ന ട്രംപ് ഉണ്ടല്ലോ, ട്രംപിൻ്റെ രാജ്യത്ത് വരെ 16% മുകളിലാണ് ഈ പെട്രോളിൻ്റെ വില കൂടിയിട്ടുള്ളത്. അപ്പോൾ ട്രംപ് തന്നെ പെട്ടു. GCC കൺട്രീസ് മൊത്തം പുള്ളിയെ ശപിക്കുന്നു, അങ്ങോട്ട് മൊത്തം മിസൈൽ വീഴുന്നതുകൊണ്ട് അവരും ഇയാളെ തള്ളിപ്പറയുന്നു. UK-യും ബാക്കി എല്ലാ രാജ്യങ്ങളും അമേരിക്കൻ ജനങ്ങളും എല്ലാം ഇയാളെ ഇപ്പോൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രംപ് ഒന്നും തടി വരണമല്ലോ, അതുകൊണ്ട് പറയുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റായിട്ട് ഇയാൾ ഒരിക്കലും മിസ്സാക്കാൻ പോകുന്നില്ലല്ലോ, ഹോർമൂസ് പൂർണ്ണമായിട്ടും തുറക്കുക, എല്ലാ കപ്പലുകളും സുഖമായിട്ട് പോട്ടെ മക്കളെ എന്ന്. 11ാമത്തെ പോയിന്റിൽ ട്രംപ് പറയുന്നത് ഇനി അങ്ങോട്ടുള്ള 30 ദിവസം നിങ്ങൾ ഒരു തരത്തിലുമുള്ള ആക്രമണം അത് ഇസ്രായേലിലേക്കാണെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലേക്കാണെങ്കിലും നടക്കാൻ പാടില്ല. 30 ദിവസത്തേക്ക് ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കണം, അല്ലെങ്കിൽ നിങ്ങളത് ചെയ്യണം എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ ഈ 11 കാര്യങ്ങളാണ് ട്രംപ് അവരോട് ചെയ്യാൻ പറയുന്നത്. ഇനി 11 കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. 12ാമത്തെ പോയിന്റ് തുടങ്ങി പറയുവാണെങ്കിൽ 12ൽ പറയുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് മേലുള്ള, അതായത് അമേരിക്ക ഇറാന് മേൽ ഒരുപാട് ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ, സാങ്ഷൻസ് എന്ന് നമ്മൾ പറയും, അതെല്ലാം മാറ്റിത്തരാം. അത് പ്രൈമറി സാങ്ഷൻസും ഉണ്ട്, സെക്കൻഡറി സാങ്ഷൻസും ഉണ്ട്. സെക്കൻഡറി സാങ്ഷൻസ് ആണ് കൂടുതലായിട്ട് ഇവർക്ക് ബാധകമാകുക. കാരണം മറ്റ് രാജ്യങ്ങളെയാണ് ട്രംപ് വിലക്കുന്നത്. നിങ്ങളാരും ഇറാനുമായിട്ട് ഒരു ബിസിനസ്സിലും ഏർപ്പെടാൻ പാടില്ല, അവിടുന്ന് ക്രൂഡ് ഓയിൽ മേടിക്കാൻ പാടില്ല. ക്രൂഡ് ഓയിൽ മേടിച്ചാൽ എന്ത് ചെയ്യും, ഞങ്ങൾ നിങ്ങളുമായിട്ടുള്ള ബിസിനസ് എല്ലാം നിർത്തും, നിങ്ങളുടെ ബാങ്കിങ് ഡോളർ ക്ലിയറൻസ് സിസ്റ്റം മൊത്തം ഞങ്ങൾ തകർക്കും, അത് ഓഫ് ചെയ്ത് കളയും എന്നൊക്കെ പറഞ്ഞുള്ള പ്രശ്നങ്ങളാണ് അവിടെ നിൽക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങൾ ഇറാനുമായിട്ട് ബിസിനസ്സിൽ ഏർപ്പെടുന്നില്ല. അങ്ങനെയാണ് സെക്കൻഡറി സാങ്ഷൻസ് വരുന്നത്. അതൊരു സിസ്റ്റമാണത്. അപ്പോൾ ട്രംപ് പറയുകയാണ് ഞാൻ എല്ലാം മാറ്റിത്തരാം, നിങ്ങൾ ഈ 11 പോയിന്റ് കൃത്യമായിട്ട് അംഗീകരിക്കുക, ഈ സാങ്ഷൻസ് എല്ലാം എടുത്തു മാറ്റിത്തരാം, നിങ്ങൾ എല്ലാവരുമായിട്ട് ബിസിനസ് ചെയ്തോ, നമുക്ക് ലോകരാജ്യങ്ങളൊക്കെ ആയിട്ട് സുഖമായിട്ട് മിണ്ടിയും പറഞ്ഞും കൂട്ടുകാരെ പോലെ അങ്ങോട്ടൊക്കെ പോകാം. സാങ്ഷൻസ് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും, നിങ്ങൾക്ക് ഒരുപാട് എണ്ണ വിൽക്കാൻ സാധിക്കും, അടിപൊളിയല്ലേ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ ഒരു 12ാമത്തെ പോയിന്റിൽ പറയുന്നത്. 13ാമത്തെ കാര്യം സ്നാപ്പ് ബാക്ക് മെക്കാനിസം നിർത്താമെന്നുള്ളതാണ്. അതായത് ട്രംപ് ഇറാന് കുറച്ച് വാർണിംഗ്സ് ഒക്കെ എപ്പോഴും കൊടുക്കാറുണ്ടായിരുന്നു. ഇന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല, ഏതെങ്കിലും ഒരു കാര്യങ്ങൾ തെറ്റിച്ചാൽ അപ്പം തന്നെ ഈ വിലക്കുകൾ ഉപരോധങ്ങൾ വീഴുമായിരുന്നു. ഇനി അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തീർക്കാം, ഞങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ മേൽ അടുത്ത ഉപരോധം ഏർപ്പെടുത്തുന്ന ആ ഒരു സിസ്റ്റം എടുത്ത് മാറ്റുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയാൽ നമുക്കത് പരിഹരിച്ച് മുമ്പോട്ട് പോകാം, അങ്ങനെ ഒരു സൗഹൃദപരമായിട്ടൊരു അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് ലോകരാജ്യങ്ങളുമായിട്ട് മൊത്തം ബിസിനസ് ചെയ്യാം തുടങ്ങിയ ആ ഒരു സംഭവമാണ് ട്രംപ് 13ാമത്തെ പോയിന്റിൽ പറയുന്നത്. 14ാമത്തെ പോയിന്റ് വായിച്ചപ്പോഴാണ് യാരടാ ഇന്ത ട്രംപ്, ഇയാൾ ആര് എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിൽ വരുന്നത്. അതായത് അവരുടെ മുമ്പിൽ ഇങ്ങനെ ഒരു എല്ലും കഷ്ണം ഇട്ട് കൊടുക്കുന്ന പോലെ പറയുകയാണ്, യുറേനിയം പോലുള്ള എലമെൻറ്റ്സ് ഉണ്ടല്ലോ ഈ ഒരു ആറ്റം ബോംബ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്, അത് ആറ്റം ബോംബ് നിർമ്മിക്കാൻ മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ ആണവ വൈദ്യുതി, ഇപ്പോൾ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണം, അങ്ങനെ ഒരുപാട് മറ്റാവശ്യങ്ങൾക്കൊക്കെ ഈ ഒരു യുറേനിയം പോലുള്ള എലമെൻറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ട്രംപ് പറയുകയാണ്, നിങ്ങൾക്ക് ഈ സാധനങ്ങൾ വെച്ചിട്ടുള്ള എന്താവശ്യമാണെങ്കിലും, നിങ്ങൾക്ക് ഒരു ആണവ വൈദ്യുതി നിലയം വേണോ, അണ്ണൻ ചെയ്തു തരും. നിങ്ങൾക്ക് ആണവ ശക്തിയിലോടുന്ന കാറ് വേണോ, ചുമ്മാ പറഞ്ഞാണ്, അത് അണ്ണൻ ചെയ്തു തരും. എന്തിനും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് യുറേനിയമൊക്കെ ആയി ബന്ധപ്പെട്ട് നിങ്ങളുടെ രാജ്യത്ത് എന്ത് ചെയ്യണമെങ്കിലും, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാകട്ടെ, അതെല്ലാം അണ്ണൻ ചെയ്തു തരുമെന്നാണ് ട്രംപ് പറയുന്നത്. അതായത് ഒരു പരമാധികാര രാജ്യമായിട്ടുള്ള ഇറാനെ സംബന്ധിച്ച് അവർ കാണുന്നത് എങ്ങനെയാണ്, ഏതോ ഒരുത്തം വന്നിട്ട് നമുക്ക് കുറച്ച് എല്ലും കഷ്ണം തരാമെന്ന് പറയുന്നു. എന്തുവാടേ ഇത്. 15ാമത്തെയും അവസാനത്തെയും കാര്യം പറയുവാണെങ്കിൽ, ഞങ്ങൾ 30 ദിവസത്തേക്ക് എല്ലാ തരത്തിലുള്ള ആക്രമണങ്ങൾ നിർത്താം. ഇപ്പോൾ അമേരിക്ക കുറേ ദിവസമായിട്ട് ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ആക്രമണം ഉണ്ടല്ലോ, ഇപ്പോൾ കുറച്ച് ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതും കഴിഞ്ഞ് 30 ദിവസം, ഇനി അങ്ങോട്ട് 30 ദിവസം ഞങ്ങൾ ഒരു തരത്തിലുമുള്ള ആക്രമണങ്ങൾ എവിടെയും ചെയ്യില്ല. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിക്കണം, 11 കാര്യങ്ങൾ അംഗീകരിക്കണം, എങ്കിൽ മാത്രമാണ് ബാക്കി 4 കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ. എന്തായാലും ഈ ഒരു 15 പോയിന്റ് പ്ലാന് ട്രംപ് പാകിസ്ഥാൻ മുഖാന്തരം ഇറാന് കൈമാറുകയാണ്. ഇറാൻ കണ്ടപാടെ പറഞ്ഞു, ഇത് നോട്ട് ബ്യൂട്ടിഫുൾ ഈവൻ ഓൺ പേപ്പർ എന്നാണ് ഇറാൻ്റെ ഒരു ഒഫീഷ്യൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് പേപ്പറിൽ പോലും കാണാൻ ഭംഗിയില്ലാത്ത കാര്യങ്ങളാണ് ഇയാൾ ഇതിൻ്റെ അകത്ത് എഴുതി പിടിപ്പിച്ചിരിക്കുന്നതെന്ന്. അത്രത്തോളം ഇറാൻ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു ഇതെല്ലാം. ഇത് കണ്ടപാട് ഇറാൻ പറഞ്ഞത് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഞങ്ങൾക്കിതിന് സമ്മതമല്ല, ഇയാൾ എന്താണ് ഇതിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്, അയാളുടെ താല്പര്യങ്ങൾക്കൊത്തുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്, ഈ ആണവ പദ്ധതി നിർത്തുക എന്നുള്ളതാണല്ലേ. ഇറാൻ ഇത്രയും വലിയ ആഘാതമേറ്റിട്ടും ഒരുപാട് പേര് മരിച്ചിട്ടും അവിടെ രാജ്യം ഫുള്ള് തകർത്തു, അവരുടെ സമ്പാദ്യവും എല്ലാം തകർത്തു, അവരുടെ കപ്പലുകളും ബിൽഡിങ്സും എല്ലാം, അവരുടെ പരമോന്നത നേതാവിനെ വരെ വധിച്ചു. അപ്പോൾ എന്നിട്ടും അവർ പോരാടി നിൽക്കുന്നത് എന്തിനാണ്? ഇറാനി യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഞങ്ങൾ ഈ പരിപാടി, ഈ ഒരു ആണവ പദ്ധതി നിർത്തുകയാണെന്ന് മാത്രം പ്രഖ്യാപിച്ചാൽ മതി. പക്ഷേ ഇറാൻ ചെയ്തില്ല, ഇറാൻ ചെയ്യാതെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരുത്തം വന്ന് ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ അപ്പം തന്നെ നിർത്താൻ പോകുന്നത്. ഇവിടെ പരമോന്നത നേതാവ് മരിച്ചിട്ട് നമ്മൾ ഈ പരിപാടി നിർത്തിയിട്ടില്ല, പിന്നെയാണ് നീ വന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിർത്താൻ പോകുന്നതെന്നും പറഞ്ഞിട്ട് ഇറാൻ ട്രംപിനെ ആട്ടിവിടുകയാണ്. അതോടൊപ്പം ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറഗച്ചി ഒരു പോസ്റ്റ് ഇടുകയാണ്, ഈ അമേരിക്കയുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഞങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ ആക്രമണം നടത്തി അവിടെ കുട്ടികൾ കൊല്ലപ്പെടുമ്പോൾ മാത്രം അയ്യോ ഭയങ്കര കഷ്ടമായിപ്പോയി, സങ്കടമായിപ്പോയി, ആ കുട്ടികൾക്ക് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇസ്രായേലും നിങ്ങളും കൂടെ ആക്രമിച്ചത് ഞങ്ങളുടെ രാജ്യത്ത് 160ഓളം കുട്ടികൾ മരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളൊരു അനുശോചനം നടത്തിയോ? ഇവിടെയും മരണപ്പെട്ടത് കുട്ടികളല്ലേ? അപ്പോൾ നിങ്ങൾ കാണിക്കുന്നത് ഡബിൾ സ്റ്റാൻഡാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള രാജ്യങ്ങളിലെ കുഞ്ഞുങ്ങളുടെ ജീവന് മാത്രം നിങ്ങൾ വില കൊടുക്കുന്നു, അനുശോചനം രേഖപ്പെടുത്തുന്നു. പക്ഷേ ഞങ്ങളുടെ നാട്ടിലെ കുട്ടികൾക്കൊന്നും നിങ്ങൾക്ക് അവർ മരിക്കുന്നതിലോ അവരെ കൊല്ലുന്നതിലോ യാതൊരു പ്രശ്നമില്ലെന്നും പറഞ്ഞിട്ട് അബ്ബാസ് അറഗച്ചി ആഞ്ഞടിക്കുകയാണ്. ഇനി ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാകിസ്ഥാനാണ് ഇറാനും അമേരിക്കയ്ക്കും ഇടയിലുള്ള ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, സിമ്പിളാണ്. അമേരിക്കയ്ക്ക് പാകിസ്ഥാനുമായിട്ട് നല്ല ബന്ധമുണ്ട്. കൃത്യമായിട്ട് പറയുവാണെങ്കിൽ ഇപ്പോൾ പാകിസ്ഥാനും അവിടുത്തെ ഭരണകൂടം ട്രംപിന്റെ അടിമകളായി മാറിയിരിക്കുകയാണ്. പാകിസ്ഥാന് ഇറാനുമായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു മധ്യസ്ഥൻ പാകിസ്ഥാനാണ് ട്രംപിന്റെ കാഴ്ചപ്പാടിൽ. അതുകൊണ്ടാണ് ട്രംപ് ഈ പാകിസ്ഥാന്റെ ലീഡേഴ്സിനെയൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് ഒരു മധ്യസ്ഥത സംസാരിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും പാകിസ്ഥാനെ പേപ്പറും കാര്യങ്ങളും കരാറൊക്കെ കൊടുത്തു. പക്ഷേ അബ്ബാസ് അറഗച്ചി അടക്കമുള്ള ഫോറിൻ മിനിസ്റ്റർ, ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്ററും അവിടുത്തെ IRGCയുടെ ടോപ്പ് ലീഡേഴ്സും ഒക്കെ ഈ അപ്പാടെ തന്നെ വലിച്ചു കയറി മുഖത്തോട്ടെറിയുക എന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു സാധനമായിരുന്നു അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മളെല്ലാവരും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, യുദ്ധം എന്ന് തീരും? ഇപ്പോഴും GCC രാജ്യങ്ങളൊക്കെ ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതോ യുദ്ധം കഴിഞ്ഞു? അത് പണ്ടുണ്ടായിരുന്ന രീതി കെട്ടടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയുവാണെങ്കിൽ ഏപ്രിൽ 6 കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു അവസ്ഥ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ട്രംപ് എന്താണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്ന് വന്ന വാർത്ത എന്തെന്നാൽ ഒരുപാട് ട്രൂപ്പ് ഓഫ് US മറീൻസിനെ ഗൾഫ് രാജ്യങ്ങളിൽ വിന്യസിപ്പിച്ചു എന്നാണ്. US മറീൻസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ സായുധ സേനയാണ്, ഒരു ആർമി എന്ന് വിചാരിച്ചാൽ മതി. അങ്ങോട്ട് GCCയിലേക്ക് വിട്ടിട്ടുണ്ട്. എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഇത് എസ്കലേറ്റ് ചെയ്യും. അതായത് കൂടുതൽ രൂക്ഷമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് ഈ യുദ്ധം പോകുമെന്നുള്ളൊരു കാഴ്ചപ്പാടുള്ള ഒരുപാട് പേരുണ്ട്. കുറേ വിദഗ്ധർ പങ്കുവയ്ക്കുന്നുണ്ട്. ചിലവർ പറയുന്നത് ഇത് പതുക്കെ കെട്ടടങ്ങിയിരിക്കുകയാണ്, ഇനി അങ്ങോട്ട് ഇത്രയും വലിയ നേരത്തെ നമ്മൾ കണ്ട വേവിലുള്ള യുദ്ധമൊന്നും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കൃത്യമായിട്ടൊരു അനാലിസിസ് നടത്താൻ പറ്റാത്തതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം വലിയ പ്രൊഫഷണലൊന്നുമല്ല. ട്രംപ് ഒരു അരക്കിറുക്കനാണ്. ഇയാൾ എന്ത് എപ്പോൾ ചെയ്യുമെന്ന് ആർക്കും അറിയത്തില്ല. ഇയാളെ കുടിച്ച വെള്ളത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. പണ്ട് ഇന്ത്യ സൗഹൃദ രാജ്യമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മേലിൽ 125% താരിഫൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്ത് പോടാവില്ല, നീ പോയി പണി നോക്കാമെന്നും പറഞ്ഞിട്ട് നമ്മൾ ഒരു ഇതിനും ഡിമാൻഡിനും തയ്യാറായില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായമൊക്കെ രേഖപ്പെടുത്തുക. ഈ യുദ്ധം ഇപ്പോൾ അവസാനിക്കുമോ അതോ നീണ്ടുപോകും, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അപ്പോൾ കമൻറ്റ് ബോക്സിൽ എഴുതുക കേട്ടോ. കമൻറ്റ് ബോക്സ് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്ലേസാണ്, തീർച്ചയായിട്ടും എഴുതുക. പിന്നെ തുടക്കത്തിൽ പറഞ്ഞ മാർക്കറ്റ് വുൾഫ് ആപ്പിനെ പറ്റി ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ തന്നെ മാർക്കറ്റ് വുൾഫിന് 2 മില്യണിലധികം ഡൗൺലോഡ്സ് ഉണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.